അറക്കാൻ കൊണ്ടുവന്ന മൂരി കയറൊട്ടിച്ച് മണ്ടിയ അവസ്ഥയെ ഒന്നാം വാർഡിലെ ലീഗരെ ഓരിങ്ങനെ മണ്ടിപ്പായ 10 മണിയായ ചായ അടിക്കേണ്ട നേരത്തെ ഇങ്ങോട്ട് വരും പീടിയുടെ കൊടുക്ക് അതിന്റെ ഇടയിൽ വന്ന് നിന്നിട്ട് പറയും എന്താണ് നിങ്ങൾ ചായടിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ച് ആൾക്കാരൊന്ന് കേക്കെ സൈഡിക്ക് പോയിക്കോളിയും, കുറച്ച് ആൾക്കാർ തെക്കേ സൈഡിക്ക് പോയിക്കോളിയും, കുറച്ച് ആൾക്കാർ പാർലി ഏരിയ അങ്ങോട്ട് പോയിക്കോളിയും. അതിൽ ഏതേലും ഒരു വടക്കൊന്ന് വന്നിട്ട് പറയും ഞാൻ തന്ന് കേക്കെ സൈഡിക്ക് പോകുക, അതിൽ ഓന്റെ ചെവി പിടിച്ച് തിരുമ്പിട്ട് പറയും ഇജ്ജ അവിടേക്ക് പോവാ, ഇജ്ജ അവിടേക്ക് പോയാൽ ഉള്ളോട്ട് പോകും. ഓന അവിടേക്ക് പോയാലും എന്നല്ല ഓ എവിടേക്ക് പോയിട്ടും കാര്യമില്ല, നിങ്ങൾ കുറി എല്ലായിടത്തേക്കും മണ്ടിപ്പാഞ്ഞിട്ടും കാര്യമില്ല, തോൽക്കും. നിങ്ങൾ ഈ മുസ്ലിം ലീഗ് എന്നിങ്ങനെ പറഞ്ഞിട്ടേ ഒന്നാം വാർഡിലെ ലീഗരെങ്ങനെ പറ്റിച്ചാൽ നടക്കങ്ങള് അത് കൊല്ലം നടക്കൂല. നിങ്ങൾ എവിടേക്കും എത്തൂല കൊല്ലം. ഇപ്പൊ ലീഗർക്ക് ആൾക്കാർക്കൊക്കെ ഇപ്പൊ തിന്നാൻ വേണ്ട, തിന്നാ തന്നെ അത് നെഞ്ഞത്തിരിക്കുക. അതേമാതിരി ചില നേരത്തെ ഒരു വറയിലിങ്ങനെ വരിക, അതേമാതിരി പള്ള കാളിച്ച. അപ്പൊ നിങ്ങളിത് പുടിക്കാരത്തികൾ ഇതൊക്കെ കണ്ടിട്ട് നാലോർക്കക്കാരെ വിളിച്ചാനും മല്ലിക്കട്ടാനും നിൽക്കണ്ട. വൈദ്യരടുത്ത് എവിടേക്കൊക്കെ പോവുകയാണെന്ന് വെച്ചാൽ ലേസരാസനാദിപ്പൊടി കൊണ്ടുവന്നിട്ട് അവിടെ വെക്കുക. ചെറിയ ചൂടുവെള്ളത്തിൽ ഇത് തിളപ്പിച്ചിട്ട് ഓൽക്ക് ചെറിയ ചൂടിൽ കുടിക്കാൻ കൊടുക്കുക 3 നേരം. ഓലെ കേട് മാറും. കാരണം ഓൽക്ക് ഇപ്പൊ ഒന്നാമാട് കജ്ജിന്ന് പോവുക കൊല്ലം ഒന്നുമില്ല. എന്നിട്ട് വെള്ളം കൊടുക്കണ അവിടുത്തെ വീഡിയോ ഇടുക, അവിടുത്തെ ഫോട്ടോ ഇടുക, കളച്ചാല് കൊത്തി കളക്കണതിന്റെ അവിടുത്തെ ഫോട്ടോ ഇടുക. വേറുള്ളവരെ എന്തെങ്കിലും കിറ്റ് കൊടുത്ത് അവിടെ കൊള്ളിയും പൊളിച്ചിട്ട് നായ പൂരം പോയി കാണാൻ നിൽക്കണം, അതിന് ഇങ്ങനെ കൊള്ളിയും പൊളിച്ച് നോക്കുക, അവിടുന്ന് 4 ഫോട്ടോ എടുക്കുക. ഇതൊക്കെയാണ് ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ ആ പഴയ കാലൊക്കെ കഴിഞ്ഞു. കൊള്ളിക്കോല് കുത്തിയാലും ഒന്നാം വാർഡിൽ ജയിച്ചു എന്ന് പറഞ്ഞ കാലം ഉണ്ടായിരുന്നു. കൊല്ലങ്ങൾ കരിമ്പന തണ്ട് കൊണ്ടുവന്നിട്ട് ഉയിഞ്ഞാങ്ങിയിട്ട് കൊടുന്ന് കുത്തിയിട്ടിട്ടും കാര്യമില്ല, ജയിച്ചൂല. നിങ്ങൾ വീട്ടിക്ക് എത്തൂല. എന്താ പണിക്ക് പോണ്ട, സർക്കാർ കിറ്റ് ഇങ്ങനെ കൊടുക്കല്ലേ, അതിങ്ങനെ കുടി കൊണ്ടയച്ചുക, എന്നിട്ട് അതുകൊണ്ട് ചായ ഉണ്ടാക്കുക, അതുകൊണ്ട് ചോറുണ്ടാക്കുക, എന്നിട്ട് അതിങ്ങനെ തിന്ന് ഊറ്റം കുത്തി ഇങ്ങനെ നടക്കുക. ഇതൊക്കെ തന്നെയാണ് ഇപ്പൊ നിങ്ങളുടെ അവസ്ഥ. എന്നിട്ട് ഇങ്ങനെ അതിങ്ങനെ തിന്നിട്ട് വോട്ട് വയ്ക്കാൻ നടക്കുക, സർക്കാരിന്റെ ചോറും തിന്നിട്ട് ലീഗിന് വോട്ട് വയ്ക്കാൻ നടക്കുക. എന്നിട്ട് ഇങ്ങനെ മുസ്ലിം ലീഗ് എന്നിട്ട് വല്യമാരുടെ അടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ വല്യമ്മ നമ്മള് എല്ലാ കൊല്ലും ചിച്ചണമായി തന്നെ വല്യമാരൊക്കെ കൂടി മൂണ്ടമാടി എടുത്ത് കല്ലു നോക്കിക്കോളി കാണേ. എന്നിട്ട് അപ്പുറത്ത് ആരയിലൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ണും തലയൊക്കെ എടുത്തിട്ട് കാണാറുള്ളൂ കൂടെ ഒക്കെ ചിലവരിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കണ്ണും തലയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കും. കുടിയിൽ വന്നിട്ട് നമ്മളെ കുട്ടി തന്നെയാണ്. ഓല തറവാടൊക്കെ പാരമ്പര്യമായിട്ട് നമ്മളെ തറവാട്ടുകാർ നമ്മളെ മുസ്ലിം ലീഗിന്റെ ആൾക്കാരാ. എന്നിട്ട് ഓലോടൊന്നും പറയേണ്ട ആവശ്യമില്ല, അത് നമ്മളെ കുട്ടി തന്നെയാണ്. ബാക്കിയുള്ളവർ പറഞ്ഞ് തിരിപ്പിക്കുന്നതൊന്നും ഇത് കാര്യമാക്കരുത്. കാര്യമാക്കിയിട്ട് കാര്യമില്ല, അതൊന്നും ഓല് എത്ര പണ്ടും കാര്യമില്ല, ഓള് നമ്മക്ക് തന്നെ ഇജ്ജുള്ളൂ. ഈ ജാതി വർത്താനം അതൊന്നും കൊല്ലം നടക്കൂല. നിങ്ങൾ ആരെ ഈ പൊട്ടീസാക്കാൻ നടക്കുന്നത് വടക്കുമുറിയുള്ള ആൾക്കാരെ. അതൊക്കെ പഴയ സിലബസിലായിരുന്നു. ഇപ്പൊ ഒക്കെ ഫുള്ള് ഡിസ്കോ മോഡലാ വടക്കുമുറി. അതൊക്കെ ആകാൻ പോവുക, ഡിസ്കോ മോഡൽ ആകാൻ പോവുകയാണ്. എന്നിട്ട് മൂരി കയറൊട്ടിച്ച് വണ്ടിയമാതിരി ഇങ്ങനെ മാണ്ട് തന്നെ. നിങ്ങളൊന്നും ശരിക്കും മൂരികളെ എന്നല്ല വിളിക്കണം, നിങ്ങളൊക്കെ ശരിക്കും നാടൻ മൂരികളെ എന്നാ വിളിക്കണ്ട്. നാടൻ മൂരിയുടെ സ്വഭാവം നിങ്ങൾക്ക്. നാലാളങ്ങനെ കാണുമ്പോ ഇങ്ങനെ നെഞ്ഞൊക്കെ ഇങ്ങനെ വീശിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ മൂരികൾക്ക് അങ്ങനെ സ്വഭാവം ഉണ്ട്. 4 ആളങ്ങനെ കണ്ടങ്ങനെ നെഞ്ഞൊക്കെ അങ്ങനെ മുത്ത് ഇങ്ങനെ നിൽക്കും. അതേ അവസ്ഥയപ്പങ്ങളുടെ അവസ്ഥ. എന്നിട്ട് ഇലക്ഷനാണ് കഴിഞ്ഞാൽ ഓരും ഇല്ല, ആരും ഉണ്ടാവില്ല. മെമ്പർ കൂടിയെന്ന് വെച്ചാൽ ഉണ്ടാവില്ല. എവിടെയാണ് ആദ്യ ആൾക്കാരാ.